എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അർബഉ മിൻ സയ്യിദത്തുൻ നിസാഇ അഹ്ലിൽ ജന്ന. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സ്വർഗ്ഗം തുറക്കുന്നത്. ആ പ്രവാചകന്റെ പുറകിലാണ് 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങള്, സഹാബത്ത്, ബദരീങ്ങള്, ശുഹദാക്കള്, താബിഈങ്ങള്, തബഉ താബിഈങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, മഹത്തുക്കള്, ആബിദീങ്ങള്, അല്ലാഹു ഇഷ്ടപ്പെട്ടവര് മുഴുവനും നാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, ആണുങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുറകിൽ നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലേക്ക് എല്ലാവരും കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹാബത്തേ, പെണ്ണുങ്ങൾ ആരുടെ പുറകിലാണ് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലെ നേതാക്കന്മാരായ 4 പെണ്ണുങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിച്ചു തരികയാണ്. പൂച്ചക്കാടിന്റെ പരിസരത്തുള്ള എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മുൻപന്തിയിൽ 4 പെണ്ണുങ്ങളാണ് നിൽക്കുന്നത്. ആ പെണ്ണുങ്ങളുടെ പുറകിലാണ് നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകേണ്ടത്. അവരാണ് സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാക്കന്മാരെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹാബാ, അർബഉ മിൻ സയ്യിദത്തിൻ നിസാഇ അഹ്ലിൽ ജന്ന. റസൂലുള്ളാഹി തങ്ങൾ അവിടെന്ന് പറയുന്നു, പെണ്ണുങ്ങളുടെ നേതാക്കന്മാരായ 4 പെണ്ണുങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ? ആ 4 പെണ്ണുങ്ങൾ ആരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, ആ 4 പെണ്ണുങ്ങൾ ആരെന്നറിയുമോ? ആ സ്വർഗ്ഗത്തിലെ നേതാക്കന്മാരായ അവരുടെ പുറകിൽ നിന്നാണല്ലോ നാളെ സ്വർഗ്ഗത്തിലേക്ക് പെണ്ണുങ്ങൾ കടന്നു പോകുന്നത്. ആ 4 പെണ്ണുങ്ങളിൽ ഒന്നാമത്തെ പെണ്ണാരാ? മഹ്ദി ആസിയ. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ അതാ മരിക്കുന്ന സമയത്ത് പടച്ച റബ്ബിനോട്, ബൈതും ഫിൽ ജന്ന, അല്ലാഹുവേ, എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം തരണേ, എനിക്ക് സ്വർഗ്ഗം തരണേ എന്ന് പടച്ച റബ്ബിനോട് ചോദിച്ചിട്ട് പോയ ഫിർഔനുണ്ടല്ലോ, ആ ഫിർഔനിന്റെ ഭാര്യയായ മഹ്ദി ആസിയ, ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ അതാ പ്രവാചകൻ അവിടെന്ന് രണ്ടാമതായി പറയുകയാണ്, രണ്ടാമത്തെ പെണ്ണേതെന്നറിയുമോ? അതാ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മാതാവായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ. മഹ്ദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹ്ദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ. 4ാമത്തെ പെണ്ണാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ പൊന്നാര മകള് മഹ്ദി ഫാത്തിമ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. ഇവരാണ് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ മുൻവരിയിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിച്ചു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളൊക്കെ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുമ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പെണ്ണാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളായ മഹ്ദി ഫാത്തിമ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, ആ ഫാത്തിമ ബീബിയുടെ പുറകിൽ നിന്നാണ് നിങ്ങൾ എല്ലാവരും സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്നത്.
എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പൂച്ചക്കാടിന്റെ പരിസരത്തുള്ള പെങ്ങള് ആരാണ്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകള് ഫാത്തിമയെന്ന് നിനക്കറിയുമോ? ഇന്ന് വരെ നീ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം വായിച്ചു നോക്കിയിട്ടുണ്ടോ? മക്കൾക്ക് ഫാത്തിമ എന്ന് പേരിടുന്ന ഉമ്മ എന്തിനാണ് ആ പേരിടുന്നത് പോലും നിനക്കറിയില്ലല്ലോ. എല്ലാ പേരിന്റെ കൂടെ പെമ്മക്കളുടെ പേരിന്റെ കൂടെ ഫാത്തിമ എന്ന് ചേർക്കുന്ന ഉമ്മ, നീ ഇന്ന് വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ ചരിത്രം നീ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ആ ഫാത്തിമയെ കുറിച്ച് നിനക്ക് എന്തറിവാണുള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, എന്റെ ഫാത്തിമയെ ആരെന്നറിയുമോ? എന്റെ കരളിന്റെ കഷ്ടമാണെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകന് ഫാത്തിമയെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായിരുന്നു ഫാത്തിമ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ അഹബ്ബഹാ ഫഖദ് അഹബ്ബനി. ആരെങ്കിലും എന്റെ ഫാത്തിമാനെ ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ആരെങ്കിലും എന്റെ ഫാത്തിമാനെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനെ പോലെയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പെങ്ങള് ആരാണ് ഫാത്തിമയെന്ന് പഠിക്കുമോളെ? ആരാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ? ആ ഫാത്തിമയ്ക്ക് അല്ലാഹു ഈ മഹത്വം കൊടുക്കാനുള്ള കാരണം എന്താണ്? ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിൽ നിന്നാണ് നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകേണ്ടത്. അതുകൊണ്ട് പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് നമുക്ക് ഫാത്തിമ ആരാണെന്ന് പഠിക്കാം. ആ ഫാത്തിമയ്ക്ക് അല്ലാഹു ഈ മഹത്വം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് പഠിക്കാം. അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ പറഞ്ഞത് നിങ്ങൾ ഫാത്തിമാനെ ഇഷ്ടപ്പെടണമെന്ന്? ആരാണ് ഫാത്തിമ എന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ 35ാമത്തെ വയസ്സിലാണ് അല്ലാഹു അതാ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഫാത്തിമ എന്ന് പറയുന്ന ഒരു പൊന്നുമോളെ കൊടുക്കുന്നത്. പ്രവാചകന്റെ 35ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ജനിക്കുന്നത്. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത സന്തോഷമായി, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമായി. പടച്ചവനെ, ഫാത്തിമയെ കാണുന്നവർ മുഴുവനും പറയുന്ന വാക്കെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമയെ കാണുന്ന ആൾക്കാർ മുഴുവനും പറഞ്ഞത് എന്തെന്നറിയോ? വാപ്പാന്റെ പൊന്നുമോളാ. ഫാത്തിമ എന്ന് പറയുന്ന കുഞ്ഞിനെ കാണുന്ന എല്ലാവരും പറയുന്ന ഒരു വാക്കെന്തെന്നറിയുമോ? വാപ്പാടെ പൊന്നാര മകളാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ പോലെ തന്നെയാണ് ഫാത്തിമ ഇരുന്നത്. ഫാത്തിമയുടെ സ്വഭാവേ അവിടെന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകനെ പോലെ സാദൃശ്യമുള്ള ഫാത്തിമയല്ലാതെ മറ്റൊരാളെയും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് അല്ലാഹുവേ മഹ്ദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പോലും പറയുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖം എങ്ങനെയാണ്? പ്രവാചകന് ചിരിക്കുന്നത് എങ്ങനെയാണ്? പ്രവാചകൻ നടക്കുന്നത് എങ്ങനെയാണ്? പ്രവാചകൻ ഇരിക്കുന്നത് എങ്ങനെയാണ്? പടച്ചവനെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നടന്നു വരുന്നത് കണ്ടാ അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു വരുന്നത് പോലെയാണ്. കാണുന്നവർ മുഴുവനും ഇത് തന്നെയാണ് പറയുന്നത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കാണുന്നവർ മുഴുവനും പറയുകയാണ്, ഫാത്തിമയ്ക്ക് വാപ്പയുടെ രൂപമാണ്. ഫാത്തിമയ്ക്ക് വാപ്പയുടെ രൂപമാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് കാണുന്ന പെണ്ണുങ്ങൾ മുഴുവനും പറയുന്നത്, ഖദീജ അതാ ഫാത്തിമ വാപ്പയെ പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകന് ഫാത്തിമയോട് വല്ലാത്ത ഇഷ്ടമായി, ഒരു പ്രത്യേക സ്നേഹമായി. പടച്ചവനെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, ഖദീജ ബീവിക്കും തന്റെ പൊന്നാര മകളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പടച്ചവനെ, അതാ ഒരുപാട് അല്ലാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ഖദീജ ബീബി ഒരുപാട് സമ്പത്തുള്ളവളായിരുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകനും ഖദീജ ബീവിയും ഫാത്തിമ ബീവിയും എല്ലാവരും
എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ നടക്കുകയാണ്. എവിടെ ചെന്നാലും ഫാത്തിമയ്ക്ക് വല്ലാത്ത ഒരു സ്ഥാനമാണ്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ എല്ലാവരും അല്ലമീൻ എന്നാണ് വിളിച്ചിരുന്നത്. എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത ആദരവ് കൊടുത്തിരുന്നു, വലിയ മഹത്വം കൊടുത്തിരുന്നു. അതുകൊണ്ട് വാപ്പാടെ കയ്യിൽ പിടിച്ച് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോൾ ഇങ്ങനെ നടക്കുകയാണ്. ഉമ്മാനോടുള്ള സ്നേഹത്തിനെക്കാളും ഫാത്തിമയ്ക്ക് വാപ്പയോടാണ് സ്നേഹം. എപ്പോഴും വാപ്പാടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. പടച്ചവരെ എങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. അല്ലാഹുവേ, ഏകദേശം 5 കൊല്ലം കഴിഞ്ഞപ്പോ 40ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അതാ പരിശുദ്ധമായ ഖുർആനുമായി കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് 40ാമത്തെ വയസ്സിൽ നുബൂവത്ത് കെട്ടിക്കഴിഞ്ഞപ്പോ അതാ തന്റെ നാട്ടുകാരോട് ഖുറൈശികളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ചെന്നിട്ട് പ്രബോധനം തുടങ്ങുമ്പോ, അല്ലാഹുവേ, ഇന്നലെ വരെ ആദരിച്ചവരുണ്ടല്ലോ, ഇന്നലെ വരെ സ്നേഹിച്ചവരുണ്ടല്ലോ, ഇന്നലെ വരെ അല്ലമീൻ എന്ന് വിളിച്ചവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഏകദൈവ വിശ്വാസമെന്ന പ്രബോധനവുമായി തന്റെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നപ്പോൾ പടച്ചവനെ എല്ലാവരും അവിടെ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ അടിയോടിക്കുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് കളിയാക്കുകയാണ്, അവിടെ നിന്ന് കുറ്റപ്പെടുത്തുകയാണ്. പടച്ചവനെ പിന്നെ അതാ പീഡനങ്ങളുടെ കാലം തുടങ്ങുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വാപ്പയെ പോലെ തന്നെയാണ് ഫാത്തിമ ഇരിക്കുന്നത്. നമ്മുടെ മക്കളെ കാണുമ്പോ കാണുന്നവര് പറയും, ഒന്നുകിൽ പറയും അവൻ ഉമ്മാനെ പോലെയാ, അവൻ ഉമ്മാടെ രൂപമാണ്, അല്ലെങ്കിൽ വാപ്പയുടെ രൂപമാണ്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കാണുന്നവര് മുഴുവനും പറയും വാപ്പാനെ വരച്ചു വെച്ചിരിക്കുകയാ. അങ്ങനെ പറയുന്നത് കേട്ടപ്പോ റസൂലുള്ളാഹിന് വല്ലാത്ത സന്തോഷമായി. ഫാത്തിമ ബീവിയെ കാണുമ്പോ എല്ലാവരും അങ്ങനെ പറയുന്നത് കാരണം ഉമ്മയായ ഖദീജ ബീവിക്കും ഒരു പ്രത്യേക സ്നേഹമായി. പടച്ചവനെ അങ്ങനെ 5 വർഷക്കാല സന്തോഷത്തോടു കൂടി കഴിയുകയാ. വാപ്പാടെ കൂടെ ഫാത്തിമ എവിടെ പോയാലും മുത്തുനബി കൊണ്ടുപോകും. അത് കാരണം വാപ്പയോട് വല്ലാത്ത സ്നേഹം. 5 കൊല്ലം കഴിഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾക്ക് നുബൂവത്ത് കിട്ടിക്കഴിഞ്ഞു. പ്രവാചകന പ്രബോധനവുമായി ഇറങ്ങിയപ്പോ പിന്നെ പറയേണ്ടതില്ലല്ലോ, വല്ലാത്ത കുത്തുവാക്കുകളും പരിഹാസങ്ങളും. പടച്ചവനെ വല്ലാത്ത വേദനയാണ്. റസൂലുള്ളാഹിനെ കളിയാക്കുകയാണ്. പടച്ചവനെ അതാ ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അതാ വല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ. അതാ ചരിത്രത്തിൽ കാണാം. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് പോയതാണ്. ഫാത്തിമ ബീവി നോക്കുമ്പോ ഏകദേശം ഒരു 6 വയസ്സ് വരും. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പിതാവിനെ കാണുന്നില്ല. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തിരഞ്ഞു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ദാ സുജൂദിൽ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടക്കുമ്പോ അതാ അബൂജഹലും തന്റെ അനുയായികളുമുണ്ടല്ലോ, പുഴുത്തു നാറിക്കിടക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചു കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് സുജൂദിലേക്ക് ചെല്ലുമ്പോ ആ പുഴുത്തു നാറിയ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് പ്രവാചകന്റെ തലയിലേക്ക് ഇടുകയാണ്. റസൂലുള്ള സുജൂദിൽ കിടക്കുകയാണ്. പ്രവാചകൻ എഴുന്നേക്കാൻ കഴിയുന്നില്ല, തല ഉയർത്താൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് മുഴുവനും ഹിജ്റ പോയിരിക്കുകയാണ്. അതാ അബൂബക്കർ തങ്ങളോ ഉസ്മാൻ തങ്ങളോ അലിയാർ തങ്ങളോ ആരും മക്കത്തില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടക്കുന്ന സമയത്ത് പുഴുത്തു കിടക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് തലയിലിട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, തല ഉയർത്താൻ കഴിയാതെ പ്രവാചകന് സുജൂദിൽ കിടന്ന് കരയുമ്പോ 6 വയസ്സുള്ള അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹ്ദി ഫാത്തിമ
ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പടച്ചവനെ വാപ്പാനെ കാണാതെ വെളിയിലിറങ്ങുമ്പോ കാണുന്ന രംഗമാണ്. ആ പൊന്നുമകള് വാപ്പയുടെ അടുക്കലേക്ക് ഓടി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് സുജൂദിൽ കിടക്കുന്ന പിതാവിന്റെ തലയിൽ കിടക്കുന്ന ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലയുണ്ടല്ലോ, ആ ചെറിയ മകള് വാപ്പാടെ തലയിൽ നിന്ന് വലിച്ച് താഴേക്കിടാൻ സഹായിക്കുകയാ. അവസാനം ആ കുടൽമാല താഴേക്ക് വീണപ്പോ റസൂലുള്ളാഹി തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന പിതാവിന്റെ തലയിൽ കിടക്കുന്ന ദുർഗന്ധമടിച്ച് വീശുന്ന ആ കുടൽമാലയുടെ അംശങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിൽ നിന്ന് ഇങ്ങനെ എടുത്തു മാറ്റുകയാ. തന്റെ പിതാവിന്റെ തലയിൽ നിന്ന് ആ പുഴുത്തു നാറിക്കിടക്കുന്ന വല്ലാത്ത ദുർഗന്ധമടിക്കുന്ന കുടൽമാല അതെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കുകയാണ്. ഏകദേശം 6 വയസ്സേ ഉള്ളൂ. തന്റെ വാപ്പാടെ തലയിൽ നിന്നത് മുഴുവനും ഇങ്ങനെ എടുത്തു കളഞ്ഞിട്ട് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് ചോദിക്കുന്നു, വാപ്പാ ഇവരെന്തിനാ എന്റെ ഉപ്പാനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ആ സമയത്ത് വല്ലാത്ത പ്രയാസമാണല്ലോ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, ഫാത്തിമ അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? ലാ കർബ അലയ്യ ബീകി ഫിൽ ആഖിറ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ ഇതൊക്കെ ഈ ദുനിയാവിലല്ലേ ഉള്ളൂ, വാപ്പായിക്ക് നാളെ ആഖിറത്തിൽ ഒരു പ്രയാസവുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയും അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അതാ ഫാത്തിമ ബീബി ഇങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും അതാ ശത്രുക്കളുടെ പീഡനം തുടങ്ങുകയാണ്. ഏറ്റവും വലിയ വേദന എന്തെന്നറിയുമോ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ താത്തമാരായ 2 സഹോദരിമാര്, റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹ, ഇവർ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞതാണ്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകന് പ്രബോധനം തുടങ്ങിയപ്പോ ഭർത്താക്കന്മാര് തലാഖ് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടുകൊടുക്കുകയാണ്. ഫാത്തിമ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? 2 സഹോദരിമാരും വിധവകളായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന രംഗമാ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ പ്രബോധനങ്ങളൊക്കെ തുടങ്ങി. ശത്രുക്കൾ വല്ലാത്ത പീഡനങ്ങളാണ്, സഹിക്കാൻ കഴിയാത്ത പീഡനങ്ങളാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെയും കുടുംബത്തെയും ഊരുവലക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെയും അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിനെ അവിടെ നിന്ന് ഊരുവലക്കുകയാണ്. ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ കൊണ്ടുപോയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെയും ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവേ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനെയും കുടുംബത്തെയും കൊണ്ടുപോയി ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഒരാളും ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ഒരാളും സഹായിക്കാൻ പാടില്ല. ഖുറൈശികൾ അതാ അവിടെ നിന്ന് ഓർഡറിടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവും ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുകയാ. പടച്ചവരെ, 3 കൊല്ലമാണ് കിടന്നത്, 3 വർഷക്കാലമാണ് കിടന്നത്. ഒരാളും സഹായിക്കാനില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിക്കാൻ ഭക്ഷണമില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ വന്നപ്പോ വിശപ്പ് സഹിക്കാൻ കഴിയാതെ തന്റെ പിതാവിന്റെ ചാരത്തേക്ക് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കടന്നു പോവുകയാണ്. വാപ്പാ വിശക്കുന്നു, വാപ്പാ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വാപ്പയുടെ മുന്നിൽ ചെന്ന് പരാതി പറയാ പോകുമ്പോ
കാണുന്ന കാഴ്ച എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പച്ചില പറിച്ചിട്ട് കഴിക്കുന്ന രംഗമാണ്. ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകളുണ്ടല്ലോ, വിശന്ന് തളർന്നിരിക്കുന്ന പൊന്നുമോളുണ്ടല്ലോ, വാപ്പാടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ കാണുന്ന രംഗമെന്താണ്? അല്ലാഹുവിന്റെ റസൂല് പുല്ലു പറിച്ചിട്ട് കഴിക്കുകയാ. അല്ലാഹുവേ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ തളർന്നു കിടക്കുന്ന മക്കളെ കണ്ടിട്ട്, വിശന്ന് കിടക്കുന്ന ഭാര്യയെ കണ്ടിട്ട്, പുല്ല് പറിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഖദീജ, എന്തിനാ നീ പട്ടിണി കിടക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഖദീജ, നീ എന്തിനാ എന്റെ കൂടെ പട്ടിണി കിടക്കുന്നത്? ഈ മക്കളെയും വിളിച്ചുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറയുമ്പോ ഖദീജ ബീബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഖദീജ ബീബി ആരെന്നറിയുമോ? ഏറ്റവും വലിയ സമ്പന്നന്റെ കുടുംബത്തിൽ പിറന്നതാണ് ഖദീജ. ഏറ്റവും വലിയ കോടീശ്വരിയായിരുന്നു ഖദീജ. ആ ഖദീജ ബീബിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ, നിനക്ക് പ്രയാസം എന്താണെന്നറിയില്ല, നിനക്ക് പട്ടിണി കിടന്ന ശീലമില്ലല്ലോ, പച്ചില പറിച്ച് കഴിക്കുന്ന അവസ്ഥയിലെത്തിയല്ലോ, അതുകൊണ്ട് നീ മക്കളെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറയുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞാൻ തയ്യാറാണ് നബിയേ, പട്ടിണി കിടന്നു മരിച്ചാലും ഞാൻ നിങ്ങളെ വിട്ടിട്ടു പോകില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വാപ്പാടെ അടുക്കലേക്ക് വാപ്പ വിശക്കുന്നു എന്ന് പറയാൻ വേണ്ടി പോകുമ്പോ മോള് കാണുന്ന രംഗം, വാപ്പ പുല്ലു പറിച്ചിട്ട് തിന്ന. ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകള് വാപ്പാടെ അടുക്കലേക്ക് പോകുമ്പോ വാപ്പ പുല്ലു പറിച്ചിട്ട് കഴിക്ക. ആ അവസ്ഥ കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയോട് പറഞ്ഞു, എന്നോട് ആ ശത്രുക്കൾക്കൊക്കെ ദേഷ്യം, നിന്നോട് ദേഷ്യമൊന്നുമില്ല, നീ മക്കളെയും വിളിച്ചോണ്ട് നിന്റെ വീട്ടിൽ പോ, നീ ഇങ്ങനെ പട്ടിണിയൊന്നും കടന്നിട്ടില്ലല്ലോ ഖദീജ, നീ മക്കളെയും കൊണ്ടുപോ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ, മരിച്ചാലും ഞാൻ പോകൂല, മരിച്ചാലും ഞാൻ പോകൂല, ഞാൻ എന്തായാലും മരിക്കേണ്ടി വന്നാൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. അല്ലാഹുവേ, ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോൾ ഇതിങ്ങനെ കണ്ടു വളരുകയാ. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ വാപ്പയും ഉമ്മയും കൂടെ പടച്ചവനെ സ്നേഹിക്കുന്നത് കണ്ടിട്ടാ ഫാത്തിമ എന്ന് പറയുന്ന മകൾ ഇങ്ങനെ വളരുന്നത്. പക്ഷെ നമ്മുടെ വീടിന്റെ ചുറ്റുപാട് വേറെയാ. നമ്മുടെ മക്കൾ ഇന്ന് നോക്കുമ്പോ വാപ്പായും ഉമ്മായും തല്ലുന്നത് കണ്ടാ വളരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നതും ചീത്ത വിളിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും പരിഹസിക്കുന്നതും കണ്ടാ നമ്മുടെ മക്കൾ വളരുക. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് നോക്കുമ്പോ നിങ്ങൾ ചിന്തിക്കും, 3 കൊല്ലം സഹോദരങ്ങളെ, 1-2 വർഷമല്ല, 3 വർഷക്കാലം ഷൈബ് അബീ താലിബിന്റെ മലഞ്ചെരുവിൽ പുല്ലു പറിച്ചു തിന്ന് മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു മുത്തുനബിയും തന്റെ കുടുംബവും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, അവസാനം അവിടെ നിന്ന് 3 കൊല്ലം കഴിഞ്ഞിട്ട് എല്ലാവരും അൽഹംദുലില്ലാ നാട്ടുകാരൊക്കെ സഹകരിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ കുടുംബവും അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, മഹദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പട്ടിണി കടന്ന് രോഗിയായി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ രോഗിയായി, വല്ലാത്ത രോഗത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നു. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് രോഗം പിടിച്ചിട്ട് അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണത്തോട് മല്ലടിക്കുകയാണ്. വല്ലാത്ത പ്രയാസത്തിൽ അല്ലാഹുവേ, 65-ാമത്തെ വയസ്സിലാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുന്നത്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അതാ മരണത്തിന്റെ കിടകിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് വിളിച്ചു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ
അള്ളാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുകയാണ്. എന്നിട്ട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ചു. ഫാത്തിമ എന്ന് പറയുന്ന 15 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള പൊന്നുമോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാപ്പയുടെ മടിയിൽ കിടന്നിട്ട് ഉമ്മ യാത്ര പറയുകയാണ്. വാപ്പയുടെ മടിത്തട്ടിൽ കിടന്ന് യാത്ര പറയുകയാണ്. അവസാനം അല്ലാഹുവേ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ അടുത്ത് വിളിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് അതാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമാന്റെ കയ്യിൽ പിടിച്ച് കരയുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ പിടിച്ചിട്ട് അതാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വിങ്ങി പൊട്ടിയിട്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഖദീജ നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? ആ സമയത്ത് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ഫാത്തിമാനെ പൊന്നുപോലെ നോക്കിക്കൊള്ളണേ നബിയേ. ഫാത്തിമ ബീബിയുടെ കയ്യിൽ പിടിച്ച് പ്രവാചകന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, നബിയേ, എന്റെ പൊന്നുമോലെ നല്ലതുപോലെ നോക്കിക്കൊള്ളണേ നബിയേ. എന്റെ ഫാത്തിമയെ വേദനിപ്പിക്കല്ലേ നബിയേ. എന്റെ ഫാത്തിമാനെ കരയിപ്പിക്കല്ലേ നബിയേ. ഒരു ഉമ്മയുടെ ആവശ്യം വേണ്ട സമയമാ, ഒരു ഉമ്മയുടെ ആവശ്യം വേണ്ട സമയമാണ്, ഒരു ഉമ്മ കൂടെ നിൽക്കേണ്ട സമയമാണ്. എന്റെ ഫാത്തിമയുടെ പ്രായം ചെറുതാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു കാര്യം എന്തെന്നറിയുമോ? എന്റെ പൊന്നുമോളെ ഒരിക്കലും കരയിപ്പിക്കാൻ പാടില്ല, ഒരിക്കലും ഉമ്മയില്ലെന്ന് കുറവ് വരുത്താൻ പാടില്ല. തന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ച് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചവരെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു. ആ വീടിന്റെ അകത്ത് അല്ലാഹുവിന്റെ പ്രവാചകനും അതാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. പടച്ചവനെ, ഉമ്മ മരണപ്പെട്ടു പോയ ഒരു ചെറിയ കുഞ്ഞിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഉമ്മ മരണപ്പെട്ടു പോയ ഒരു ചെറിയ പെൺകുട്ടിയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവേ, ഫാത്തിമയ്ക്ക് വല്ലാത്ത വേദനയാ. അതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, പടച്ചവനെ, ഖദീജ ബീബിയുടെ പേര് കേട്ടാൽ തന്നെ മുത്തുനബി കരയുമായിരുന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേര് കേട്ടാൽ തന്നെ റസൂലുള്ളാഹി കരയും. അത്രയ്ക്കും സ്നേഹം. ഈ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമകൾ ഇത് കണ്ടതാ. ഉപ്പായും ഉമ്മായും തമ്മിലുള്ള സ്നേഹം എന്താണെന്ന് ഫാത്തിമയ്ക്ക് നല്ലതുപോലെ അറിയാം. വാപ്പ പടച്ചവനെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. ഉമ്മ പോയ വേദനയിൽ ഫാത്തിമ ബീവിയും കരയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും ചരിത്രം പറയുകയാ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനെ പൊന്നുപോലെ നോക്കുകയാ. ഉമ്മ മരണപ്പെട്ടു പോയതിനു ശേഷം ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന് ശേഷം ഫാത്തിമ എന്ന് പറയുന്ന 50 വയസ്സുള്ള മകളല്ല, 15 വയസ്സിന് താഴെ പ്രായമുള്ള മകള് എങ്ങനെ നോക്കിയെന്നറിയോ? എങ്ങനെയാ നോക്കിയതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചത് അവിടുന്ന് മുത്തുനബി പറഞ്ഞു, ഉമ്മു അബീഹ, വാപ്പാടെ ഉമ്മ എന്നാ വിളിച്ചേ. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളെ ഒരിക്കൽ വിളിച്ചു, ഉമ്മു അബീഹ, ഫാത്തിമ എന്റെ ഉമ്മയാന്നാ പറഞ്ഞത്. കാരണം ഒരു ഉമ്മ എങ്ങനെയാണോ മകനെ നോക്കുന്നത് അതുപോലെയാ ഫാത്തിമ എന്ന ചെറിയ മകള് അള്ളാന്റെ റസൂലിനെ നോക്കിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യ മരണപ്പെട്ടു പോയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഭാര്യ മരണപ്പെട്ടു പോയ ഭർത്താവിനെ നോക്കിയത് എങ്ങനെന്നറിയോ? ഉമ്മ നോക്കുന്നത് പോലെ. ഒരു ഉമ്മ എങ്ങനാണോ ഒരു മകനെ നോക്കുന്നത് അതുപോലെയാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ റസൂലിനെ നോക്കിയത്. റസൂലുള്ളാഹി തങ്ങളോ ഫാത്തിമ ബീവിയുടെ ഉമ്മയില്ല എന്നുള്ള ഒരു കുറവ് വരുത്തിയില്ല. ഉമ്മയില്ലാത്തതിന്റെ കുറവ് അള്ളാന്റെ റസൂല് കാണിച്ചില്ല. എങ്ങനെയാണോ ഫാത്തിമ ബീവിയെ നോക്കേണ്ടത് അതേ രീതിയിൽ അള്ളാഹുവിന്റെ പ്രവാചകനും ഫാത്തിമാനെ വളർത്താൻ തുടങ്ങി.
രണ്ടുപേരും തമ്മിൽ വല്ലാത്ത ഒരു സ്നേഹം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളാണ്. വാപ്പയ്ക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്നത്, വാപ്പയുടെ വസ്ത്രം കഴുകി കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളാണ്. പടച്ചവനെ, അതാ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്യേണ്ടത് മുഴുവനും ഫാത്തിമ ബീബി ചെയ്തു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിൽ വന്നിട്ട് പറയുന്നു, ഫാത്തിമ, ശത്രുക്കളുടെ പീഡനം സഹിക്കാൻ കഴിയുന്നില്ല. എവിടെ നോക്കിയാലും പീഡനങ്ങളാണ്. മുസ്ലിമീങ്ങളെ പച്ചയ്ക്ക് കത്തിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് സ്വഹാബത്ത് കടന്നു വരികയാ. നബിയേ, പഴുപ്പിച്ച കമ്പി ഞങ്ങളുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി കരിച്ചെടുക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് സ്വഹാബികൾ ഇങ്ങനെ പരാതി പറയുകയാ. പ്രവാചകൻ അവിടുന്ന് സ്വഹാബാക്കളോട് പറഞ്ഞു, ഹിജ്റ പോകാൻ. അങ്ങനെ എല്ലാവരും ഹിജ്റ പോയി. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് വേദനയും പ്രയാസവും പേടിയുമായി കഴിയുന്ന എന്റെ പെങ്ങളോട് നിങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണിന്റെ ചരിത്രമെന്ന് വായിച്ചു നോക്ക്. ആ ഫാത്തിമ എന്ന് പറയുന്ന മഹദിയുടെ ചരിത്രമെന്ന് വായിച്ചു നോക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ വീട്ടിൽ കയറി വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, വാപ്പ മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് അല്ലാഹുവിന്റെ റസൂലുണ്ട്, മുത്തുനബിയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പടച്ചവനെ ഉമ്മു കുൽസുമുണ്ട്, സഅദ് റളിയല്ലാഹു തആല അൻഹുണ്ട്, അലിയാർ തങ്ങളുണ്ട്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖാദിമാണ്. ആ ഖാദിമിനോട് പറഞ്ഞു, എന്റെ രണ്ടു മക്കളെ നിന്നെ ഏൽപ്പിക്കുകയാണ്, നീ ഇവരെ മദീനയിൽ കൊണ്ടുവരണം, എങ്ങനെയെങ്കിലും ഇവരെ രക്ഷപ്പെടുത്തണം. അല്ലാഹുവേ, ആ സ്വഹാബിയുടെ കയ്യിൽ രണ്ട് പെൺമക്കളെ ഏൽപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാ. പടച്ചവനെ, നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് പേടിച്ച് നടക്കുന്നവര്, നമ്മുടെ പൗരത്വത്തിന് മാത്രം എത്ര വിലയെന്ത്? നമ്മളൊക്കെ പേടിയാ നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന്. എന്റെ സഹോദര, ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരുടെയും പൗരത്വം നഷ്ടപ്പെട്ടതാ. പിന്നെ നമ്മുടെ പൗരത്വം എന്ത്? എല്ലാവർക്കും പടച്ചവനെ ഇപ്പൊ നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന്. സഹോദര, ആദം നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടു, ഇബ്രാഹിം നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടു, മൂസാ നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടു. എല്ലാ പ്രവാചകന്മാരുടെയും എന്തിന്? അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരുടെയും പൗരത്വം നഷ്ടപ്പെട്ടതാ. പിന്നെ നിന്റെ പൗരത്വത്തിന് എന്താ ഇത്ര വില? എല്ലാ പ്രവാചകന്മാരുടെയും പൗരത്വം നഷ്ടപ്പെട്ടു പോയി, നമ്മുടെയും പൗരത്വം നഷ്ടപ്പെടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ പേടിയുണ്ട? അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ പൗരത്വം നഷ്ടപ്പെടും സഹോദര. കാരണം നമുക്കൊരു പേടിയില്ല. ഇത് പറയുമ്പോ നിങ്ങൾക്കൊക്കെ പേടിയ. പടച്ചോനെ, പേടി മുനാഫിക്കിന്റെ സ്വഭാവമാണ്. ഇവന്മാരെ പേടിച്ച മുനാഫിക്കായി പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് ശത്രുക്കൾ വളഞ്ഞിരിക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ശത്രുക്കൾ വലഞ്ഞിരിക്കും. ഇബ്ലീസാ പോയി പറഞ്ഞു കൊടുത്തത്, മുഹമ്മദ് നാട് വിടാൻ പോകുന്നു, വേണമെങ്കിൽ കിട്ടിയ അവസരത കൊന്നേക്കാൻ. ഇനി കിട്ടൂല. മദീനത്ത് പോയാൽ മുഹമ്മദിനെ ഇനി കിട്ടൂല, വേണമെങ്കിൽ ഇന്ന് കൊന്നോണം. എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോ നേതാക്കന്മാര് പടച്ചവനെ വാളും പിടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുക, വീടിന്റെ വെളിയിലിറങ്ങിയ വെട്ടി കൊന്നേക്കാൻ. എന്തേ ചെയ്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുങ്ങി ഇറങ്ങാൻ സമയമായപ്പോ മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, നബിയെ, എന്തേ പറഞ്ഞേ? AK-47 എടുത്തിട്ട് ചറപറ വെടിവെച്ചിട്ട് ഇറങ്ങി പോകാനാ പറഞ്ഞേ? എന്റെ ചങ്ങാതി, നീ മുസ്ലിമാ, ഞാനും മുസ്ലിമാ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് എന്തേ പറഞ്ഞ? നബിയെ, ആറ്റം ബോംബ് എടുത്ത് വെളിയിലിട്ടിട്ട് പോയേര്, അല്ലെങ്കിൽ മിസൈൽ എടുത്തോണ്ട് പോകാനല്ല പറഞ്ഞത്. എന്തേ പറഞ്ഞെന്നറിയോ? ഇറങ്ങി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ വാതില് തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണം.
ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുത്തു, ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് എന്ത് ചെയ്യണം? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഖുർആനിലെ ഒറ്റ ആയത്ത്, പരിശുദ്ധമായ ഖുർആനിലെ യാസീനിലെ ഒരായത്ത്. ഈ ആയത്ത് ഓതിയിട്ട് ഒന്ന് ഊതണം. എവിടെ? ആ മണ്ണില്. ആ താഴേന്ന് വാരിയ ഒരു പിടി മണ്ണിനകത്ത് ഈ ആയത്ത് ഓതിയിട്ട് എടുത്തുറച്ച ഏറ് എറിഞ്ഞിട്ട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിൽ കൂടെ ഇറങ്ങി നടന്നു പോ നബിയെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞിട്ട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിൽ കൂടെ ഇറങ്ങി. ഓടിയില്ല, നടന്നാ പോയെ. അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങി നടന്നു പോവാ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കത്തും മദീനത്തൊക്കെ ചെല്ലുമ്പോ ഗുഹയ്ക്കകത്ത് കയറാൻ എന്താ തിരക്ക്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും കൂടെ ഗുഹയ്ക്കകത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോ ശത്രുക്കള് ഭ്രാന്തന്മാരെ പോലെ വരിക. ആരെയും കിട്ടണില്ല. ഭ്രാന്ത് പിടിച്ചിട്ട് മുഹമ്മദ് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എവിടെ കണ്ടാലും വെട്ടി കൊല്ലാൻ വേണ്ടി ഓടി തെരഞ്ഞു വന്നിട്ട് ഈ ഗുഹയുടെ മുകളിൽ കയറി നിൽക്കുക. ഈ ഗുഹയുടെ മുകളിൽ നിൽക്കുമ്പോ ഓന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം അള്ളാഹുവെ താഴെ അടിക്കുക ഗുഹയ്ക്കകത്ത്. ആരാ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യും കാലും ഇങ്ങനെ വിറയ്ക്കുക. അബൂബക്കർ തങ്ങളുടെ കയ്യും കാലും ഇങ്ങനെ വിറയ്ക്കുക. എന്തേ അബൂബക്കറെ? നബിയെ, ഓമാരിതാ മുകളിൽ എത്തിക്കഴിഞ്ഞു. ശത്രുക്കള് മുകളിൽ വന്നു കഴിഞ്ഞു. അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ദാ ഇവിടെ അടിക്കുന്ന നബിയെ. അവനെങ്ങാണ് ഒന്ന് താഴേക്ക് നോക്കിയ നമ്മളെ പിടിക്കും നബിയെ, നമ്മളെ കൊല്ലും നബിയെ. റസൂലുള്ള ചിരിക്കുക. എടാ, ഇതൊന്നും സിനിമാ കഥയല്ല, ഇതൊന്നും വെറുതെ കെട്ടുകഥയല്ല. നീ മുസ്ലിമാണെന്ന് നീ മറന്നു പോകും. നമ്മൾ പലപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് ചിരിക്കുക. അബൂബക്കർ തങ്ങൾ എന്തേ നബിയെ ചിരിക്കണേ, എന്തേ നബിയെ ചിരിക്കണേ? അല്ല, ഞാൻ നീ പറയണ കാര്യം ഓർത്തിട്ട് ചിരിച്ച. എന്തേ നബിയെ ചിരിക്കണേ? അവനെങ്ങാണം അവന്റെ കാലിലേക്ക് നോക്കിയാ നമ്മളെ കൊല്ലൂല്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെന്തെന്നറിയ? അബൂബക്കറെ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കറെ? അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? നമുക്ക് അധികാരമില്ല, ആൾബലമില്ല, നമ്മൾ ന്യൂനപക്ഷമാ. പക്ഷെ നമ്മുടെ കൂടെ ആരുണ്ട്? അല്ലാഹ് ഉണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമർ അവിടെ നിന്ന് അബൂബക്കർ തങ്ങളോട് പറഞ്ഞു കൊടുത്തെന്നറിയോ? ഓന്റെ കാലി നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ലാഹ് തീരുമാനിക്കണം. എന്റെ പൊന്ന് ചങ്ങാതിമാരെ, ഇവന്മാരൊക്കെ എത്ര തലകുത്തി മറിഞ്ഞാലും അവസാന വിജയം നമുക്ക് തന്നെയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം ഇന്ന് വരെ ഭൂരിപക്ഷം ജയിച്ച ഒരു യുദ്ധവും ഇല്ല. ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു നോക്ക്. ഇന്ന് വരെ നടന്ന സർവ്വ യുദ്ധങ്ങളിലും ന്യൂനപക്ഷമേ ജയിച്ചിട്ടുള്ളൂ. ബദറാകട്ടെ, ഉഹദാകട്ടെ, ഹന്തക്കാകട്ടെ, ഖൈബറാകട്ടെ, തബൂക്കാകട്ടെ, ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു നോക്ക്. ഇന്ന് വരെ യുദ്ധത്തിൽ ഭൂരിപക്ഷമല്ല ജയിച്ചത്, ന്യൂനപക്ഷമാ ജയിച്ചത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അന്തിമ വിജയം നമുക്ക് തന്നെയാ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ അവിടെ കൊല്ലുന്നല്ലോ, ഇവിടെ കൊല്ലുന്നല്ലോ, 27 കോടി മുസ്ലിമീങ്ങൾ ഇന്ത്യയിലുണ്ടല്ലോ, നമ്മൾ ദുആ ചെയ്തിട്ട് അള്ളാഹു സ്വീകരിക്കുന്നില്ലല്ലോ. അത് സത്യം തന്നെയാണ്. നമ്മളൊക്കെ ദുആ ചെയ്തു, കോടതിയുടെ വിധി നമുക്ക് അനുകൂലമാകണം. അനുകൂലമായില്ല. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹിനോട് ദുആ ചെയ്ത ആര് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. ആര് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. അതിനൊരു കാരണമുണ്ട്. ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ ആനയെ കുറിച്ച് പറയുന്ന ഒരു സൂറത്തുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ നോക്ക്. അബ്രഹത്തിന്റെ ആനപ്പട അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ വന്ന രംഗമുണ്ട്. അബ്രഹത്തിന്റെ ആനപ്പട അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ വന്നപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ താലിബാണോ അബ്ദുൽ മുത്തലിബാണോ ആരുമാകട്ടെ, അവരും മറ്റുള്ള നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ ദീനനുസരിച്ച് ജീവിക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരോ വന്നിട്ട് പറഞ്ഞു അബ്രഹത്തിന്റെ ആനപ്പട കഅബാലയം പൊളിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ കഅബയുടെ കില്ലയിൽ പിടിച്ചിട്ട് പറഞ്ഞു, കഅബയുടെ നാഥ, നിന്റെ വീട് നീ നോക്കിക്കൊള്ളണം. ഇത്രേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം, നിസ്കാര തഴമ്പും താടിയുടെ നീളമുള്ള ആളല്ല പറഞ്ഞത്.
കഅബാലയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, കഅബയുടെ റബ്ബേ, നിന്റെ വീട് നീ നോക്കിക്കൊള്ളണം. അബാബീൽ എന്ന് പറയുന്ന കുരുവി പോലുള്ള കിളികളെ ഇറക്കിയിട്ട് അള്ളാഹു ഈ ആനപ്പടയെ നശിപ്പിച്ചതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എന്നാ 27 കോടി മുസ്ലിമീങ്ങൾ നോമ്പ് പിടിച്ചു. അള്ളാഹുവേ, കൂട്ട പ്രാർത്ഥന, ഒറ്റ പ്രാർത്ഥന, തഹജ്ജുദ് പ്രാർത്ഥന എന്തൊക്കെയായിരുന്നു. എടാ, കോടതിയുടെ കണ്ണല്ല ആദ്യം തുറക്കേണ്ടത്, നമ്മുടെ കണ്ണ് ആദ്യം തുറക്കേണ്ടത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഹൃദയത്തിന്റെ അകത്ത് അള്ളാനെ പേടിയില്ലാതെ നമ്മൾ ദുആ ചെയ്തിട്ട് കാര്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാകുന്ന സമയത്ത് അവൻ എങ്ങനെ അള്ളാനെ വിളിക്കുന്നോ അതുപോലെ ദുആ ചെയ്യേണ്ട ഒരു കാലം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നേ. അപ്പൊ ആദ്യം വേണ്ടത് ഈമാനാ വേണ്ടേ? ആദ്യം നമുക്ക് ഈമാനാ വേണ്ടേ? നമുക്കിപ്പൊ നഷ്ടപ്പെട്ടത് ഈമാനാ. ഈ കേന്ദ്ര സർക്കാർ ഈ നിയമം കൊണ്ടുവന്നപ്പോ അവരാഗ്രഹിച്ചത് നമ്മളെ പേടിപ്പിക്കാനാ. അതിലവന്മാര് വിജയിച്ചു. ഇത് നടപ്പിലാകോ ഇല്ലേ അതല്ല വിഷയം. എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്റെ കാര്യം. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നു മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക് എന്റെ ഉമ്മാടെ വയറ്റിൽ വന്നിട്ട് എന്റെ ആയുസ്